ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സൻഹരീബിന്റെ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അപ്പം ദൈവം പറയുന്നത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ്. 21, 22 വായിക്കുമ്പം അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമാവിത്: സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു, യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലയോ? അപ്പം അശൂർ രാജാവിനെ കുറിച്ച് യഹോവ ഇവിടെ പറയുകയാണ്, അവനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. നീ ആരോടാണ് ഈ വമ്പൊക്കെ പറയുന്നതെന്നാണ് യഹോവ ചോദിക്കുന്നത്. അശൂർ യഹൂദയോടോ ഹിസ്കിയാവിനോടോ ഒന്നും അല്ല പൊരുതുന്നത്, ദൈവത്തോടാണ് താൻ പൊരുതുന്നത്. 23, 24 വായിക്കുമ്പോൾ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ